പ്രായത്തിൽ ഇത് വേണോ? പോസ്റ്റിൽ തൃഷ ലക്ഷ്യമിട്ടത് സംഗീതയെയോ ഉദയനിധിയെയോ എന്ന ചർച്ച സജീവം. മുത്തശ്ശിയുടെ 98ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണ് തൃഷ വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ സജീവമായതെന്നാണ് സൂചന. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ചർച്ചകൾ DMK നേതാവും നടനും നിർമ്മാതാവുമായ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയിയെക്കുറിച്ചും അദ്ദേഹവുമായി പ്രണയബന്ധമുണ്ടെന്ന് അഭ്യൂഹം പ്രചരിക്കുന്ന നടി തൃഷയെ കൃഷ്ണനെക്കുറിച്ചും നടത്തിയതായി പറയപ്പെടുന്ന പരാമർശങ്ങളെ തുടർന്ന് വിവാദമായി മാറിക്കഴിഞ്ഞു. വിവാദം ശക്തമായതിന് പിന്നാലെ ഒരാഴ്ചയോളം സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുന്ന തൃഷ ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും സജീവമായി. മുത്തശ്ശിയുടെ 98ാം ജന്മദിനാഘോഷത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചതിനൊപ്പം നാടകീയതയെ പരാമർശിക്കുന്ന ചില നിഗൂഢ സന്ദേശങ്ങളും തൃഷ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചു. തൃഷയുടെ പോസ്റ്റിലേക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ തൃഷ പങ്കുവച്ച നിഗൂഢ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചു കഴിഞ്ഞു. ഒരു ഇമോജിക്കൊപ്പമുള്ള പോസ്റ്റിൽ "ഈ പ്രായത്തിൽ ഇത്തരം നാടകീയതകൾ കാണിക്കുന്നത് ലജ്ജാകരമാണ്, പോയി പണമുണ്ടാക്കൂ, സമാധാനം കണ്ടെത്തൂ" എന്നായിരുന്നു കുറിപ്പ്. ആരുടെയും പേര് പരാമർശിച്ചിരുന്നില്ലെങ്കിലും സമീപകാല വിവാദത്തോടുള്ള തൃഷയുടെ പ്രതികരണമായാണ് ആരാധകരിൽ ചിലർ ഇതിനെ വിലയിരുത്തിയത്. ഇത് തൃഷ ഉദ്ദേശിച്ചത് ഉദയനിധിയെ ആണോ അതോ വിജയിൽ നിന്ന് വിവാഹമോചനം വേണ്ടെന്ന് തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീതയെ ഉദ്ദേശിച്ചാണോ എന്നാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ച. ദുഷ്ടദൃഷ്ടി സൂചിപ്പിക്കുന്ന ഇമോജിക്കൊപ്പം പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ "ഒരിക്കൽ പ്രാർത്ഥിച്ച് നേടിയ ജീവിതത്തിൽ മുഴുകി ജീവിക്കാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്" എന്നും തൃഷ കുറിച്ചു. തന്നെക്കുറിച്ചുള്ള പരാമർശങ്ങളോട് പലപ്പോഴും ശക്തമായി പ്രതികരിക്കാറുള്ള തൃഷ ഉദയനിധി സ്റ്റാലിൻ വിവാദ പരാമർശങ്ങളുടെ പേരിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തപ്പോഴും പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. അതേസമയം തൃഷയുടെ അമ്മ ഉമാകൃഷ്ണനും സമൂഹ മാധ്യമത്തിൽ നിഗൂഢമായ സന്ദേശം പങ്കുവച്ചു. "അവസാനത്തേതാണ് ഏറ്റവും മികച്ചത്" എന്ന തലക്കെട്ടോടെയാണ് അവർ പോസ്റ്റ് പങ്കിട്ടത്. "വ്യായാമം ചെയ്യുക, ചർമ്മ സംരക്ഷണം നടത്തുക, നല്ല സുഗന്ധം നിലനിർത്തുക, വെള്ളം കുടിക്കുക, പണമുണ്ടാക്കുക, മറ്റുള്ളവരോട് നന്നായി പെരുമാറുക, സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക" എന്നായിരുന്നു പോസ്റ്റിലെ സന്ദേശം. മുത്തശ്ശിയുടെ 98ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണ് തൃഷ വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ സജീവമായതെന്നാണ് സൂചന. ആഘോഷത്തിൽ പങ്കെടുത്ത അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ തൃഷ പങ്കുവച്ചു. ജന്മദിനാഘോഷത്തിനിടെ തൃഷയുടെ വളർത്തുനായ ഇസിയും കുടുംബാംഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു. പർപ്പിൾ നിറത്തിലുള്ള സാരി ധരിച്ച മുത്തശ്ശി കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്ന ദൃശ്യങ്ങളും ശ്രദ്ധേയമായി. സ്വർണ്ണ നിറത്തിലുള്ള മെഴുകുതിരികൾ കൊണ്ടലങ്കരിച്ച ബദാം കേക്കും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഉദയനിധി സ്റ്റാലിൻ വിവാദത്തിൽ ഈ മാസം ആദ്യം കാവേരി നദീജല വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഉദയനിധി സ്റ്റാലിനെതിരെ വിവാദ പരാമർശം നടത്തിയെന്ന ആരോപണം ഉയർന്നത്. പരിപാടിക്കിടെ ജനക്കൂട്ടത്തിൽ നിന്ന് ചിലർ തൃഷയുടെ പേര് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഉദയനിധി ദ്വയാർത്ഥമുള്ള പരാമർശം നടത്തിയെന്നാണ് ആരോപണം. പ്രതിഷേധം ശക്തമായതോടെ താൻ ഉദ്ദേശിച്ചത് കാവേരി നദിയിലെ വെള്ളത്തെക്കുറിച്ചാണെന്ന് ഉദയനിധി തമാശ രൂപേണ വിശദീകരിച്ചു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ തൃഷയെ ലക്ഷ്യമിട്ട് DMK നേതാവ് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നാരോപിച്ച് വിജയിയുടെ തമിഴക വെട്രിക്കഴകം TVK വനിതാ വിഭാഗം തഞ്ചാവൂർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് തഞ്ചാവൂർ ജില്ലയിലെ സെങ്കിപ്പട്ടി പോലീസ് സ്റ്റേഷനിൽ ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്ത് ഏകദേശം 1 മണിക്കൂറോളം ചോദ്യം ചെയ്തതായാണ് റിപ്പോർട്ട്. അതേസമയം ഉദയനിധിയുടെ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ലായിരുന്നുവെന്നും വ്യക്തിയെ ലക്ഷ്യമിട്ടിട്ടുള്ളത് അല്ലെന്നും DMK വിശദീകരിച്ചു. ഏതായാലും ഉദയനിധിയും തൃഷയും തമ്മിൽ ഈ വാക്പോര് നടന്നുകൊണ്ടിരിക്കെ വിജയിയുടെ ഭാര്യ സംഗീത തിരിച്ചു വന്നിരിക്കുകയാണ്. ഡിവോഴ്സ് പിൻവലിച്ചു എന്ന കേസ് മാറ്റിയിട്ട്. അപ്പോൾ ഏതായാലും ഉദയനിധിയുടെയും തൃഷയുടെയും അതുപോലെ തന്നെ വിജയിയുടെയും സംഗീതയുടെയും ജീവിതം നന്നായി വരട്ടെ നമുക്ക് ആശംസിക്കാം. കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. താങ്ക് യു.